മെയ് 17 ഈസ്റ്ററിൻ്റെ 7-ാം ആഴ്ചയിലെ വെള്ളിയാഴ്ച. യോഹന്നാൻ 21-ാം അധ്യായം 15 മുതൽ 19 വരെ വാക്യങ്ങൾ. ഒരാളെ സ്നേഹിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? കാലാകാലങ്ങളായി ഉന്നയിക്കുന്നൊരു ചോദ്യമാണിത്. ഇന്നും നമുക്കത് ഒരു നിഗൂഢതയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പത്രോസിനോട് 3 തവണ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുന്നു. ഇത് പത്രോസിന് യേശുവിനോടുള്ള സ്നേഹത്തിൻ്റെ പരീക്ഷണമാണെന്ന് ചിലർ വിശ്വസിക്കുന്നു. മറ്റു ചിലർ കരുതുന്നത് യേശു പത്രോസിനോട് ഈ ചോദ്യം ചോദിച്ചത് തന്നോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ്. കാരണം എന്തായിരുന്നാലും ഈ ബൈബിൾ ഭാഗം ഇന്ന് നമുക്ക് അർത്ഥപൂർണമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം അതിൽ ഒന്നാമതായി അനുസരണത്തിൻ്റെ പ്രാധാന്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. നാം അവൻ്റെ ആടുകളെ മേയ്ക്കണം എന്ന് ഈ ചാപ്റ്ററിൽ യേശു നമ്മോട് പറയുന്നു. ഇതിനർത്ഥം മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നമ്മുടേതിന് മുകളിൽ ഉയർത്താനും ശാരീരികമായും ആത്മീയമായും അവർ പോഷിപ്പിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കാനും നാം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. അനുസരണത്തിലൂടെ മാത്രമേ നമുക്ക് ലോകത്ത് യഥാർത്ഥത്തിൽ മാറ്റം വരുത്താൻ കഴിയൂ. രണ്ടാമതായി യോഹന്നാൻ 21-ാം അധ്യായം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ അതിരുകളില്ലാത്ത സ്നേഹത്തെക്കുറിച്ചാണ്. യേശു പത്രോസിനോട് 3 പ്രാവശ്യം അവനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ഓരോ തവണയും പത്രോസ് സംശയലേശമെന്നെ അതെ എന്ന് പ്രതികരിക്കുന്നു. നാം എത്ര സംശയിച്ചാലും പോരാടിയാലും നമ്മോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം എല്ലായ്പ്പോഴും സ്ഥിരമാണെന്ന് ഇത് കാണിക്കുന്നു. അവൻ ഒരിക്കലും നമ്മെ കൈവിടുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. അതുകൊണ്ട് നമുക്ക് അവനിൽ ആശ്രയിക്കുന്നത് തുടരാം. ഓരോ ദിവസവും നമ്മുടെ പ്രവർത്തനങ്ങളെ നയിക്കാൻ അവൻ്റെ സ്നേഹത്തെ അനുവദിക്കുക. എന്തുകൊണ്ടാണ് യേശു പത്രോസിനോട് 3 പ്രാവശ്യം അവനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത്? യേശുവിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു പത്രോസ്. ക്രിസ്തുവിൻ്റെ പല യാത്രകളിലും പഠിപ്പിക്കലുകളിലും അദ്ദേഹം അനുഗമിച്ചിരുന്നു. കർത്താവിനുള്ള പത്രോസിൻ്റെ വിശ്വസ്തത ആഴമായിരുന്നെങ്കിലും ക്രിസ്തുവിൻ്റെ വിചാരണയുടെയും വധശിക്ഷയുടെയും കാലത്ത് തനിക്ക് യേശുവിനെ അറിയാമായിരുന്നെന്ന് പോലും നിഷേധിച്ചുകൊണ്ട് പത്രോസ് ഒരു വിധത്തിൽ അവനെ ഒറ്റിക്കൊടുത്തു. വിശ്വാസവഞ്ചനയുടെ ഈ പ്രവൃത്തി യേശുവിനെ ആഴത്തിൽ വേദനിപ്പിച്ചിരിക്കണം. കാരണം ക്രിസ്തുവിൻ്റെ ഏറ്റവും ദുർബലമായ നിമിഷങ്ങളിൽ യേശുവിനെ അറിയാമെന്ന പത്രോസിൻ്റെ മുൻ നിരാകരണത്തെ അത് പ്രതിധ്വനിപ്പിക്കുന്നു. ഈ സന്ദർഭം കണക്കിലെടുക്കുമ്പോൾ യോഹന്നാൻ 21-ൽ യേശുവിൻ്റെ തുടർച്ചയായ ചോദ്യം പത്രോസിനെ തൻ്റെ പ്രവർത്തനങ്ങളുടെ ഗൗരവം മനസ്സിലാക്കാൻ സഹായിക്കാനുള്ള ശ്രമമായിരിക്കാം. യേശു ഇപ്പോഴും അവനെ സ്നേഹിക്കുന്നുവെന്നും പരാജയപ്പെടുമ്പോഴും അവനോട് ക്ഷമിക്കുന്നുവെന്നും പത്രോസിന് മനസ്സിലാകണം. യേശു നമ്മെ സ്നേഹിക്കുന്നു. ദിവസത്തിലെ ഓരോ നിമിഷവും അവിടുന്ന് നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ നിയന്ത്രണത്തെക്കുറിച്ചുള്ള മിഥ്യാധാരണ ഉപേക്ഷിച്ച്
യേശുവിൻ്റെ കൈകളിൽ നാം നമ്മെ സമർപ്പിക്കാൻ തയ്യാറാണോ? യേശു നമ്മെ സ്നേഹിക്കുന്നു, നമ്മുടെ ഓരോ കാൽവയ്പിലും നമ്മോടൊപ്പം നടക്കുന്നു. നമ്മുടെ ജീവിത കൈകാര്യം ചെയ്യാൻ സഹായം ആവശ്യമുള്ളപ്പോൾ അവിടെ നമ്മെ നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. പത്രോസിനോടുള്ള യേശുവിൻ്റെ അവസാന പ്രസ്താവന ഇതായിരുന്നു: എന്നെ അനുഗമിക്കുക. ഇന്ന് യേശു നമ്മോട് അതേ 2 വാക്കുകൾ പറയുന്നു. നമ്മൾ അവനെ അനുഗമിക്കുമോ? ഓരോ ദിവസവും നമ്മോടൊപ്പം നടക്കാൻ യേശു ആഗ്രഹിക്കുന്നു. ചോദ്യം ഇതാണ്: അവനോടൊപ്പം നമ്മൾ നടക്കുമോ? എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.